പൊന്നൂസിനും അപ്പോനും പക്ക ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. പാപ്പന് ജിറാഫിനെ പേടിയാണോ? അപ്പന് പേടിയാണോ? ജിനുവിനെ മാത്രമേ പൊന്നൂസിനാ അപ്പനെ പിടിക്കല്ലേ? കൂട്ടാൻ നിക്കണ്ട. വേണ്ടാട്ടാ പൊക്കോ. അപാര തൊലിക്കെട്ടി തന്നെ അല്ലേ? പിന്നെന്താ രണ്ടു കൊമ്പുണ്ടോ? ഇല്ല. നമ്മളെവിടെയാ? വീട്ടിൽ പോവാ. അപ്പൂട്ടന്റെ കണ്ണ് അങ്ങടായിരിക്കും പോയത്. പക്ഷെ എന്റെ കണ്ണ് അതിന്റെയും പുറകിലേക്ക്. വെൽക്കം ടു ഡേ 2 ഇൻ ബർമിംഗ്ഹാം. എന്താ പരിപാടി? പൊന്നൂസിനും അപ്പോനും പക്ക ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ. ബേക്കൺ, സോസേജസ് ആൻഡ് മഷ്റൂം, കോഫി അടിച്ച് അവിടെ കണ്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ അവര് എണ്ണിട്ടില്ലെന്ന് മാത്രം. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു 10 മണിയാകുമ്പോൾ ഇറങ്ങാന്നാണ് വിചാരിക്കണേ. ഇവിടുന്ന് ഒരു 20 മിനിറ്റ്സ് 30 മിനിറ്റ്സിൻ്റെ അടുത്തുണ്ട്. ഇനി അവിടെ പോയിട്ട് കാണാം. അങ്ങനെ നമ്മൾ സഫാരി പാർക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൂനെ എണിപ്പിച്ചോ. അപ്പോ പതിയെ നമ്മൾ 10:30 അല്ലേ? കുഴപ്പമില്ല, എനിക്ക് നോക്കാം. പാപ്പന് ജിറാഫിനെ പേടിയാണോ? അപ്പന് പേടിയാണോ? ജിനുവിനെ മാത്രമേ. പൊന്നൂസിനാ? അമ്മയ്ക്കോ? എന്തിനില്ലേ? അപ്പൊ ജിറാഫിനെ ആനേനൊക്കെ കാണാൻ പോവാണോ? പേടിയുണ്ടോ? പേടിയുണ്ടോ? അപ്പന് പേടിയുണ്ട്. പേടിയാന്നാ പറയണേ. അപ്പൊ ഞങ്ങള് ഗേറ്റിൽ അവിടെ വെയിറ്റ് ചെയ്യാണ്. 10:30 സ്ലോട്ടാണ് നമ്മുടെ. അപ്പൊ സ്ലോട്ടിനനുസരിച്ച് കേറാം പാടുള്ളൂ എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. വണ്ടിയിൽ പോകാനുള്ളതുണ്ട്. പിന്നെ അവിടെ കുറച്ച് ഏരിയാസ് ഉണ്ട്. അവിടെ നമുക്ക് നടന്ന് നടന്നുകൊണ്ട് അതിന് അല്ല, നമ്മള് ടിക്കറ്റ് എടുക്കുമ്പോ എനിക്ക് തോന്നുന്നു വാക്ക് ത്രൂ ടിക്കറ്റ് അതിൽ ഫ്രീ ആണെന്ന്. ഫ്രീ എന്ന് വെച്ചാൽ വാക്ക് ത്രൂ പ്ലസ് ഒരു കാറിനുള്ളതാണ്. അപ്പൊ കാറിലുള്ള എല്ലാവർക്കും ടിക്കറ്റ് വേണം. അവരത് ചെക്ക് ചെയ്യും. അപ്പൊ നമ്മള് കാറിന്റെ ടിക്കറ്റ് ആണ് എടുത്തിരിക്കുന്നത്. സ്റ്റിൽ വെയിറ്റിംഗ്. ഇപ്പുറത്തെ മൂവി ഉണ്ടല്ലോ, ഇത് മൂവി ഉണ്ടില്ല. ഞങ്ങള് സഫാരി അഡ്വഞ്ചർ പാർക്കിന്റെ ആക്ച്വൽ ഗേറ്റിലെത്തിയിരിക്കുകയാണ്. ടിക്കറ്റൊക്കെ വാലിഡേറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്യാണ്. ചില റൈറ്റ് സൈഡിൽ കൂടെ കയറി പോകുന്നുണ്ട്. ഇവിടെയാണ് ആ പുള്ളിക്കാർ പറഞ്ഞതെന്ന് തോന്നുന്നു. 2 ലൈനായിട്ട് മാറും. യു ക്യാൻ ചൂസ് ടു സ്റ്റേ ഇൻ എനി ഏതർ ഓഫ് ദ ലൈൻ. എന്നാ നിർത്തി കൊടുത്ത ഓടില്ലേ നീ? കണ്ട അപ്പു? കണ്ട അപ്പുനെ കാണാണ്ട? അപ്പുവാ പേരെഴുതിണ്ടാ? അല്ല, ഇതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യാന്നറിയില്ല. അവനെന്താ അങ്ങനെ കുത്തണ? അയാള് പാവ അവിടെ നിന്ന് പുല്ല് തിന്നല്ലേ. ഓർമ്മേ ഉള്ളു, അത് വേറെ. അപ്പനും പിടിക്കല്ലേ? ആണോ? പുക വരുന്നുണ്ട്. അടിപൊളി. കണ്ടാ? അപ്പനെ പിടിച്ചോ. അപ്പനെ പിടിച്ചോ. പാപ്പനെ പിടിക്കാൻ പറ്റില്ല. സമ്മതിക്കൂല. അപ്പനെ പിടിച്ചോ. അപ്പനെ മുട്ടാൻ നിക്കണ്ട. വേണ്ടാട്ടാ പൊക്കോ. അപ്പൂനെ വേണമെങ്കിൽ മുട്ടിക്കോ. അപ്പൂനെ മുട്ടിക്കോ. അപ്പൊ കണ്ടാ? റൈനോസർ നോക്ക്. നീ നോക്ക്. പിടിച്ചോ. അപ്പനെ പിടിച്ചോ. കഴിക്കണോ? എന്താ കഴിക്കണേ? പിന്നെന്താ 2 കൊമ്പുണ്ടോ? അപ്പൂനെ പിടിച്ചോ. അപ്പൂനെ പിടിച്ചോ. വേണ്ട മോളെ, ഞങ്ങള് പോവാ. അല്ലെങ്കിൽ പാപ്പനെ പിടിച്ചോ. ഓടിച്ചിട്ടത്
കോങ്കോ ബുഫല്ലോ 500 കിലോ ഉള്ളോ? റൈനോ എത്ര കിലോ വരെ ആവുന്ന പറഞ്ഞ 1700 തൊട്ട് 2300 കിലോ. എന്റെ അമ്മോ, അപാര തൊലിക്കട്ടി തന്നെ അല്ലേ? അതായിരിക്കും. പക്ഷെ അത് ഓട്ടം കണ്ടണ്ട, മറ്റേ നല്ല സ്പീഡ് പോകും. ഇത് ഈ ആടിനെ പോലെയുള്ള പശുവിന്റെ ശരീരം ആടിന്റെ തല പോലെ അല്ലേ? ആ ശരിയാണല്ലോ. ദേ ഒരാള് നിരാശനായി തിരിച്ചു പോവാണ്, കണ്ടോ? ടാറ്റാ. അപ്പൊ കാണണ്ട. അപ്പൊ ഇവിടെ ഈ വില്ല പോലെയുള്ള നമുക്ക് വേണമെങ്കിൽ താമസിക്കാം. എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു. നമുക്ക് ജിറാഫിനെ കാണാൻ പറ്റും അവിടെയാണ് എടുക്കണമെങ്കിൽ. ഇപ്പൊ എലിഫന്റിന്റെ അല്ലെങ്കിൽ വേറെ ഒക്കെയാണ് എടുക്കണമെങ്കിൽ ലയണിന്റെ ഒക്കെ ഉണ്ടായിരുന്നു. ആണോ? ആ അതുണ്ടാവും. നമ്മൾ ആ വഴിക്കൂടെ ഒക്കെ പോവായിരിക്കും. അയ്യോ ശരിയാണല്ലോ. അപ്പൊ കണ്ടാ അവിടെ ഒട്ടക പക്ഷീനെ കണ്ടാ സൈഡ്? ആ അവിടെ നോക്കി കാറിന്റെ അവിടെ നിന്നിട്ട് കൊത്തി തിന്നണ താഴത്തുനിന്ന്. വേഗം കാണിച്ചു തരാം കുറച്ചും കൂടെ ഇതായിട്ട്. കണ്ടാ? ഏതാ വണ്ടി പോണ്ടേ? ഏതോ ഉണ്ട്. എന്താ ഓസ്ട്രിച്ച് മിണ്ടാത്ത? എന്തായിരുന്നു ആ പാട്ട്? അങ്ങനത്തെ പാട്ട് ഇല്ലേ ജിതാ എന്ന് പറഞ്ഞ? കൊത്തി തിന്നപ്പോൾ എന്താ സീതയെ മിണ്ടാത്ത? ഹലോ തിന്നാൻ വേണോ? അയ്യോ വേണ്ട. ഇപ്പൊ പാപ്പനെ കൊണ്ടുപോയാണ് അല്ല? അപ്പൊ ഇങ്ങോട്ട് നോക്കി അതെന്തായാലും തിന്നാൻ കൊടുക്കാനോ? ഒന്ന് മറ്റോ നോക്കാട്ടോ. ഈ വസ്തു ഉണ്ട്. ഇതുപോലെ ആണോ? അതാരും വായ തുറക്കണ ആള് പുണ്യെവിടെയാ? ആരതുപോലെ വായ തുറക്കുക? സിംഗാണോ? സിംഗം. ആ ലയണ്ണ നോക്കട്ടെ. കാണാല്ലേ എല്ലാരും പതിയെ പോണം. വീഡിയോ ക്ഷീണത്തിനാണല്ലോ അല്ലേ? അയ്യോ നമ്മള് ഇത് ബ്ലോക്ക് ചെയ്യാണല്ലോ. അയ്യോ ആ പാറയും സിംഹത്തിനെ പോലെ അതിന്റെ കാണിച്ചു കൊടുത്തായിരുന്നു. ഓർക്കണ്ട പറഞ്ഞ മേമ എന്തായാലും കാണിച്ചന്നില്ലേ? പാറയുടെ സൈഡ് ആക്കിയ ഷേപ്പ് കണ്ട സിംഹത്തിന് കിടക്കാൻ വേണ്ടിട്ട്. ഇറങ്ങി വന്നില്ല അല്ലേ? എന്റെ ലുക്കില്ലല്ലോ. എവിടെ ഉണ്ടോ സൗണ്ട് ഉണ്ടായിരുന്നല്ലോ. സൂം ചെയ്തെടുക്ക. അപ്പൊ കറക്റ്റായിട്ടൊന്ന് കാണാലോ. നമ്മളും പോണു. നോക്കണം. ഗ്രീൻ ആവുമ്പോ പറഞ്ഞാ മതി. ഗ്രീൻ ഇല്ല ഇപ്പൊ ഗ്രീനായി. ഇനി നമ്മള് മാനുകളുടെ ഒരു ഏരിയയിലേക്കാന്ന് തോന്നുന്നു പോണ. ബാർബറി ഷീപ്പ് കണ്ടാ? അപ്പോ നമ്മളെവിടെയാ? ലെഗോ ലാൻഡില്.
കേട്ടാ. ഇവിടെ വാ, ഇവിടെ വാ. അപ്പോ പൊന്നൂസി പോവാ, വീട്ടിൽ പോവാ. ഇനി എന്തെങ്കിലും ഉണ്ടോന്ന്? ഹലോ. അപ്പോ ഡേ 3 ഞങ്ങൾ ഇന്ന് ലണ്ടൻ റിട്ടേൺ പോവാണ്. പോണ വഴിക്ക് നമ്മള് ഇവിടെ ഉള്ള ബാലാജി ടെമ്പിൾ ഇവിടെ പോവാണ്. അല്ല പോവല്ലേ? ഏ. അപ്പൊ ഇനി അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അങ്ങനെ നമ്മള് ടെമ്പിളിന്റെ എൻട്രൻസ് പറഞ്ഞിരിക്കുകയാണ്. ഓൾ കോൺട്രാക്ടർ വെഹിക്കിൾ ആണല്ലോ. എങ്ങടാ വേണ്ടേ? അന്ന് അങ്ങോട്ട് പോട്ടെ. പാപ്പ പൊന്നൂസേ ഇവിടെ 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 മേമരുടെ അടുത്ത്. ഇത് അപ്പൂട്ടന്റെ കണ്ണ് അങ്ങടായിരിക്കും പോയത്. എന്റെ കണ്ണ് അതിന്റെ പുറകിലേക്ക്. ദോശ സ്റ്റോളോ? അല്ല, അന്നദാനം ഹാൾ. അന്നദാന ഹാൾ. ഓക്കെ. നമ്മള് അകത്തെത്തി. വലിയ പാർക്കിംഗ് വലിയ സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ അല്ലേ? വരുന്നതാണ്. അപ്പൊ നമുക്ക് പോയി നോക്കാം. അപ്പൊ ഞങ്ങള് അമ്പലത്തിലൊക്കെ പോയി വന്നു. അവിടുന്ന് എന്താ അന്നപ്രസാദം അല്ലേ, അങ്ങനെ എല്ലാവരും പറഞ്ഞ അന്നദാനം കഴിച്ചു. അത് കഴിഞ്ഞതേ ഓൺ ദ വേ ആണ്. എല്ലാവരും തൊങ്കിട്ട് വെള്ളം കഴുത്തൊടിഞ്ഞ പോലെയൊക്കെ ഇരിക്കണം. ഇനി നമ്മള് ഒരു 73 മൈലും കൂടെ ഉള്ളൂ. അപ്പൊ നമ്മള് വീട്ടിലെത്തും. ദെൻ റെസ്റ്റ്. വൈകിട്ട് മൂവി. അപ്പൊ see you all in another video. Bye. Bye from